പഞ്ചാബ് പ്രവിശ്യയിലെ ജരൻവാല പട്ടണത്തിൽ 2 ക്രിസ്ത്യൻ പുരുഷന്മാർക്കെതിരെ ദൈവനിന്ദ ആരോപിച്ച് വ്യാപകമായ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. ഇതേ തുടർന്ന് 8 പള്ളികളും നിരവധി ക്രിസ്ത്യൻ വീടുകളും നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തു. പോലീസിന്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ കർശനമായ ദൈവനിന്ദ നിയമപ്രകാരം ഖുർആൻ അവഹേളിക്കുകയും പ്രവാചകൻ മുഹമ്മദിനെ അപമാനിക്കുകയും ചെയ്തു എന്നാരോപിച്ചു ഇവർക്കെതിരെ കേസെടുത്തു. സംഭവത്തെ തുടർന്ന് കത്തോലിക്ക സഭ, സാൽവേഷൻ ആർമി, പെന്തക്കോസ്ത് ചർച്ച് എന്നിവയുൾപ്പെടെയുള്ള പള്ളികളെയും പ്രാദേശിക ക്രിസ്ത്യൻ കോളനിയെയും ലക്ഷ്യമിട്ട് ഒരു ജനക്കൂട്ട ആക്രമണം ആരംഭിച്ചു. അധികാരികൾ ക്രമസമാധാനം നിലനിർത്താൻ സായുധ സേനയെ വിന്യസിച്ചു. സഭാ നേതാക്കൾ കടുത്ത ദുഃഖം പ്രകടിപ്പിച്ചു. ബൈബിളുകൾ അശുദ്ധമാക്കപ്പെട്ടു, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് ബിഷപ്പ് ആസാദ് മാർഷൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും പാകിസ്ഥാന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആക്രമണങ്ങളെ അപലപിച്ചു. സംഭവങ്ങളെ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ലജ്ജാകരവുമാണെന്ന് വിശേഷിപ്പിച്ചു. പാകിസ്ഥാനിലെ ദൈവദൂഷണ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വളരെക്കാലമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്.